പരിയാരം ഏമ്പേറ്റ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം തുടങ്ങി. ശനിയാഴ്ച രാവിലെ ഏമ്പേറ്റിലെ സമരപന്തലിൽ ആരംഭിച്ച അനിശ്ചിതകാല ധർണ പരിയാരം സെന്റ് സേവിയേഴ്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി എംബേറ്റിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മേൽപ്പാലം അനുവദിക്കണമെന്ന ആവശ്യത്തിന് 2 വർഷത്തെ പഴക്കമുണ്ട്. പ്രവൃത്തി തുടങ്ങിയപ്പോൾ തന്നെ ഈ ആവശ്യം ഉയർന്നിരുന്നു. നിരവധി തവണ ആക്ഷൻ കമ്മിറ്റി ജനപ്രതിനിധികളെയും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെയും ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ടുവെങ്കിലും മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. റോഡിന് ഇരുവശങ്ങളിലുമായി നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ആരാധനാലയങ്ങളുമുണ്ട്. ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി എംബേറ്റിൽ റോഡ് മുറിച്ചതിനാൽ ജനങ്ങൾക്ക് യാത്രാക്ലേശം രൂക്ഷമാണ്. കോരൻ പീടികയിലേക്കും മറ്റും കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. എംബേറ്റ് ജംഗ്ഷനിൽ നിന്ന് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കും കടന്നപ്പള്ളി ഭാഗത്തേക്കുമുള്ള റോഡുകൾക്ക് സമാന്തരമായി മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഭൌതിക സാഹചര്യമുണ്ടെന്നും ഇതിന് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെയാണ് ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കട്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ എംബേറ്റ് എന്നൊരു പഴയ കച്ചവട കേന്ദ്രമാണ്. അത് അപ്പുറത്ത് കടന്നപ്പള്ളി അതിയിടത്തുനിന്നൊക്കെ സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ പലചരക്ക് കടകൾ ഒരുപാട് ഉണ്ടായ സ്ഥലങ്ങളാണ് ഇത്. ഇപ്പോൾ ഇതിനോടുകൂടി നമ്മൾ ഗ്രാമം തന്നെ നശിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ കൃത്യമായ ഒരു സഞ്ചാര സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ വളരെയേറെ കഷ്ടപ്പെടും. 2 രാജ്യങ്ങൾ പോലെ നമ്മൾ പെരുമാറേണ്ട ഒരു അന്യോന്യം അപ്പുറം ഇപ്പുറമുള്ള കുടുംബങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്ത ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. എംബേറ്റിൻ്റെ യാത്രാ പ്രശ്നം എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായി മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ ഒരു ഇതിലേക്കാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത്. 2 രാജ്യമായ പോലെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതെന്തായാലും നമുക്ക് ഇവിടെ ഒരു മേൽപ്പാലം അനുവദിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജനങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി രമണി അധ്യക്ഷത വഹിച്ചു. പി ഗോപാലൻ, ടി പത്മലോചനൻ, കെ ജോണി, തമ്പാൻ, പി രാജൻ, വേണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.